എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ചപ്പാത്തി ഓംലെറ്റാണ്. ഇത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, ഓഫീസിൽ പോകുന്നവർക്ക്, ബാച്ചിലേഴ്സായി താമസിക്കുന്നവർക്ക്, പ്രായമായവർക്ക് എല്ലാം ഒരുപോലെ ഇഷ്ടമാവും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം, ലഞ്ചാക്കിയും കൊണ്ടുപോകാം, ഡിന്നറാക്കിയും ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ ബാലൻസ് ചപ്പാത്തി രാത്രി വരും, അല്ലെങ്കിൽ ലഞ്ചിന് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ബാലൻസ് ഇരിക്കുവാണെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ സമയമുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാം. കുറച്ച് വെജിറ്റബിൾസ് കുറച്ച് മതി, കുറച്ച് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ ഇത് നമുക്ക് 2 മുട്ടയുണ്ടെങ്കിൽ എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കാം. വരൂ, എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടത് മുട്ട 2 എണ്ണം, ക്യാബേജ് പൊടിപ്പൊടിയായി അരിഞ്ഞത് 1 ടീസ്പൂൺ, ക്യാപ്സിക്കം പൊടിപ്പൊടിയായി അരിഞ്ഞത് 1 ടീസ്പൂൺ, ക്യാപ്സിക്കം ഇല്ലെങ്കിൽ എരിവില്ലാത്ത പച്ചമുളകും ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വേണ്ടത് സവാള അരിഞ്ഞത് 1 ടീസ്പൂൺ, പിന്നെ ഉണക്കമുളക് ചതച്ച് വെച്ചത് അത് 1 നുള്ള്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അതും 1 നുള്ള്. പിന്നെ വേണ്ടത് ഓയിൽ, ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ എണ്ണ തന്നെ യൂസ് ചെയ്യാം, ഓരോരുത്തർ നിങ്ങളുടെ ഇഷ്ടം. അത് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയുമാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ചപ്പാത്തി ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ രാത്രിയിലേ ഉണ്ടാക്കി വയ്ക്കാൻ സമയമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ പാക്കറ്റ് ചപ്പാത്തി ആയാലും മതി, ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ചപ്പാത്തി അത് രാവിലെ ഉണ്ടാക്കാൻ സമയമുണ്ടെങ്കിൽ ഉണ്ടാക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ രാത്രിയിലേ ഉണ്ടാക്കി വയ്ക്കാം. വെജിറ്റബിൾസ് എല്ലാം അങ്ങനെ തന്നെ രാത്രിയിലേ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. രാവിലെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അത് ആവശ്യത്തിന് ഒരു ചപ്പാത്തിക്ക് 1 മുട്ട വേണം. ആദ്യം മുട്ട പൊട്ടിച്ചൊഴിച്ച് വെജിറ്റബിൾസ് മിക്സ് ചെയ്യാം. ഇതിലോട്ട് 1 സ്പൂണ് ക്യാബേജ് പൊടിച്ചതും, 1 സ്പൂണ് ക്യാപ്സിക്കം പൊടിച്ചത്, 1 സ്പൂണ് സവാള പൊടിയായി ഇതിട്ട് ഒരു നുള്ള് ചില്ലി ഫ്ലേക്സ്. പിന്നെ വേണ്ടത് ഉപ്പ്. ഒരു പൊടി ആവശ്യത്തിന് 1/4 ടീസ്പൂൺ വേണ്ട, അതിൻ്റെ താഴെ നിന്നാൽ മതി. ഇത്രയും നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഫ്രൈയിങ് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ നമ്മൾ എടുത്ത ചപ്പാത്തി ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ, ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം, 10 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഇതും 10 സെക്കൻഡ് കഴിയുമ്പോൾ എടുത്ത് വയ്ക്കാം. ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റി വയ്ക്കാം. വീണ്ടും മുട്ടയടിച്ച് മറ്റേ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. വീണ്ടും 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. കഴിവതും 2 മുട്ടയും നേരത്തെ അടിച്ച് വെച്ചിട്ട് വേണം ഇത് തുടങ്ങാനായിട്ട്, അപ്പോൾ എളുപ്പമാവും. അപ്പോൾ പിന്നെ നമുക്ക് പാടില്ലാതെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ താമസമായിരിക്കും. 2 മുട്ടയും അടിച്ച് ഇത് പൊടികളും അരിഞ്ഞതും ചേർത്തിട്ട് വേണം ഇടാൻ. ഇതിനോട്ട് ചപ്പാത്തി പിന്നെ ഇടാം. 10 സെക്കൻഡ് ചപ്പാത്തി അതിൻ്റെ മുകളിലിരുന്ന് വേകുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചിടാം. ഓർക്കേണ്ടത് തീ നല്ലൊരു ഫ്ലെയിമിൽ വെക്കണം, അപ്പോൾ എളുപ്പമായി കിട്ടും. മറിച്ചിടാം. അതും 10 സെക്കൻഡ് ആകുമ്പോൾ
അതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ച ചില്ലി പൗഡർ ഇതിന് മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു കയ്യിലൊരു നുള്ളെടുത്തിട്ട് സ്പ്രെഡ് ചെയ്യുക. ഒത്തിരി വേണ്ടവർക്ക് ഒത്തിരി ഇടാം. ഒരു പാകത്തിന് കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ ഒരു നുള്ളിട്ടാൽ മതി. ഇതിലോട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ചപ്പാത്തി ഓംലെറ്റ് മറിച്ചിടാം. മറിച്ചിട്ട് നല്ല പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ലോയിലാക്കി വെക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇത് ചേർത്തെടുക്കുക. മറിച്ചിടാം. ചപ്പാത്തി ഓംലെറ്റ്, വെജിറ്റബിൾ ചപ്പാത്തി ഓംലെറ്റ്. ഇത് എളുപ്പമായി ഇത് ഉണ്ടാക്കാൻ. റെഡിയായിട്ടുണ്ട്. ഇത് എത്ര വേണമെങ്കിലും ഉണ്ടാകാം. ഓർക്കേണ്ട ഒരു ചപ്പാത്തിക്ക് ഒരു ഓംലെറ്റ് എടുത്ത് വെച്ചു സെറ്റാക്കാം. അങ്ങനെ വെജിറ്റബിൾ ചപ്പാത്തി ഓംലെറ്റ് റെഡിയായി. ഇത് കട്ട് ചെയ്ത് ആവശ്യാനുസരണം യൂസ് ചെയ്യുക. ഇതാ കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത കണക്കിരിക്കും. ഇത് വെജിറ്റബിളൊന്നും കഴിക്കാത്ത കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവും. ഇത് സോസും കൂട്ടി കഴിക്കാം. ചില്ലി സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഏത് സോസാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെയും കഴിക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു.